ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എല്ലാവർക്കും. നമ്മൾ ആദരിക്കപ്പെടുന്ന നേതാക്കന്മാർക്കും എല്ലാം നമ്മൾ സ്മരിച്ചുകൊണ്ട് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്നിപ്പോൾ നമ്മൾ അൽഷിഫ ഹോം റെമഡീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാവർക്കും ഒരു പ്രശ്നമുള്ളതാണ് ഗ്യാസ് ട്രബിൾ എന്നുള്ളത്. ഗ്യാസ് ട്രബിൾ ഇല്ലാത്ത ആരും ഇല്ല എന്ന് തന്നെ പറയും. ഒരു പ്രാവശ്യം പോലും അനുഭവിക്കാത്ത മനുഷ്യന്മാരില്ല എന്ന് പറയാം. ഗ്യാസ് ട്രബിൾ വരുമ്പോൾ തന്നെ ചിലർ അറ്റാക്കായിട്ട് രൂപപ്പെടുത്താറുണ്ട്. അതായത് അറ്റാക്കായിട്ട് രൂപപ്പെടുത്തുക പറയുമ്പോൾ ഗ്യാസ് ട്രബിൾ പോയി ഫോം ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹാർട്ട് സംബന്ധമായിട്ട് അസുഖം വരുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് ഗ്യാസ് ട്രബിൾ വരുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ അറ്റാക്കിൻ്റെ ഒരു സിംറ്റം ആണെങ്കിലും എല്ലാം അതിൽ കൊണ്ടുപോയിട്ട് നമ്മൾ മുട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഗ്യാസ് ട്രബിൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് സ്വയം ആർക്കും പ്രായഭേദമന്യേ കുഞ്ഞു കുട്ടികൾ മുതൽ വയോധികർ വരെ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മളുടെ വിരൽ തുമ്പ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന വായുമുദ്ര എന്ന് പറയും. അത് പറയുമ്പോൾ നമ്മൾ ഈ 2 ഫിംഗേഴ്സ് കൊണ്ടാണ് ചെയ്യുന്നത്. 4 കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി. അതായത് ഈ 2 ഫിംഗേഴ്സിന് നമ്മൾ ഈ ഇൻഡെക്സ് ഫിംഗറിനെ ഈ തം ഫിംഗറിൻ്റെ 2ാമത്തെ ലൈൻ ഉണ്ടാവുമല്ലോ, അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. ആദ്യത്തെ കാര്യം ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ ചിലവർക്ക് പൾസ് ബീറ്റ് ചെയ്യും. അതുണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ ടെൻഷനാവും വേണ്ട. ഇവിടെ നമ്മൾ ടച്ച് ചെയ്ത ശേഷം ഈ തം ഫിംഗർ കൊണ്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഇതിൽ ഹോളില്ലാത്ത രൂപത്തിൽ നല്ല പ്രഷർ കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ മേലേക്ക് 2 കൈയും വയ്ക്കുക. എന്നിട്ട് തൊടയുടെ മേലെ വയ്ക്കുക. ചമ്രം പടിഞ്ഞ് ഇരുന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ടായിരിക്കും. അതായത് ഇതിങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ ഇവിടെ ഹോളില്ലാത്ത രൂപയിൽ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു പെയിൻ വരാനുള്ള, കാണുമ്പോൾ നമുക്ക് നല്ല സുഖകരമായിട്ടുണ്ടെങ്കിലും ചെയ്യുമ്പോൾ അത്ര വലിയ സുഖകരമല്ല. അതായത് ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ നിങ്ങൾക്ക് ശരിയാവും. ആദ്യം ചെയ്യുന്ന സമയത്ത് ഇവിടൊക്കെ ഒരു പെയിൻ ഉണ്ടാവും. 3 വിരലുകൾ ഇങ്ങനെ വെക്കുക, തൊടയുടെ മേലെ വെക്കുക, ചമ്രം പടിഞ്ഞിരിക്കുക. ചെയറിലിരുന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കാലുകൾ തറയോട് ടച്ച് ചെയ്തിരിക്കണം. അത്രയേ ഉള്ളൂ. ഒരു രാവിലെ തന്നെ നിങ്ങൾ ചെയ്താൽ അത്രയും നല്ലത്. പറ്റുന്ന പോലെയൊക്കെ ഏതെങ്കിലും ടൈമിൽ നടന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാം. ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന് എന്തിനെല്ലാം റിസൾട്ട് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗ്യാസ് ട്രബിൾ കൊണ്ടുള്ള ഓക്കാനുണ്ടാവും. ചിലർക്ക് ഛർദി വരില്ല, ഓക്കാനം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഓക്കാനത്തിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ ഛർദിക്കും നല്ലതാണ്. ഗ്യാസ് ട്രബിൾ കൊണ്ടുള്ള ഛർദിക്കും നല്ലതാണ്. അതുപോലെ ചിലർക്ക് ഇവിടുന്ന് മുതൽ ഈ ഫുഡ് പൈപ്പ് എല്ലാം എരിച്ചിലായിരിക്കും. അതിന് നെഞ്ചെരിച്ചിലിന്, പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിൻസൺസിന് ഇത് 2 മാസം ചെയ്തിട്ട് വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. അതിനും കൂടെ ഇത് നല്ലതാണ്. ആർട്ടിയോസ്ക്ലീറോസിസ് അങ്ങനെ പലതരം അസുഖങ്ങൾക്ക് നല്ലതാണ്. പിന്നെ അതേപോലെ ആർത്രൈറ്റിസ്, വാദസംബന്ധമായിട്ടുള്ള അസുഖം, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ റിസൾട്ട് വരുന്നത് അതും കൂടെ നമ്മൾ അറിയണ്ടേ. അതായത് നമ്മളുടെ ഇത് കൂടെ വാദനാഡി എന്നുള്ളൊരു നെർവ്സ് പോകുന്നുണ്ട്. ആ നെർവ് നമ്മളിങ്ങനെ ചെയ്യുന്നതോടുകൂടി ചെറിയൊരു പ്രഷർ അനുഭവപ്പെടും. അത് നമ്മൾ റിലീസ് ചെയ്ത് വിടുമ്പോൾ അതിലേക്ക് സർക്കുലേഷൻ വരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്നതിനൊക്കെ ഒട്ടുമിക്ക എല്ലാ രോഗങ്ങൾക്കും ഏറ്റവും നല്ലതാണ്. അതായത് നമ്മളുടെ പ്രകൃതിയിൽ തന്നെ എയർ കൂടുമ്പോൾ നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും എയർ കൂടുമ്പോൾ അവിടെ നമ്മുടെ ബോഡിയിൽ പോയിട്ട് അത് സ്റ്റോർ ചെയ്ത് നിൽക്കും. ചിലരുടെ ബോഡിയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാസ് ട്രബിളായിട്ട് പുറത്തേക്ക് വരും. ചിലർക്ക് ബാക്ക് വഴിക്ക് പോകും. അത് എപ്പോഴും ഗ്യാസ് പോകുമ്പോൾ വായ നമ്മൾ ക്ലോസ് ചെയ്ത് വിടുക. ഗ്യാസ് എന്ന് വിടുന്നതിനേക്കാളും നല്ല മട്ട് വിടുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഡബിൾ എയർ നമ്മുടെ ഉള്ളിലോട്ട് തന്നെ പോകും. അപ്പോൾ വീണ്ടും അത് അവിടെ പോയിട്ട് സ്റ്റോർ ചെയ്ത് നിൽക്കാനുള്ളതുണ്ട്. കൂടുതൽ ബുദ്ധിമുട്ടാവും. അതേപോലെ തന്നെ ബാക്ക് വഴി ഗ്യാസ് പോകുമ്പോൾ മുക്കിയിട്ട് വിടുന്നവരുണ്ട് ചിലവർ വേണച്ചിട്ട്. അപ്പോൾ അത് അതിനേക്കാളും സൈഡ് എഫക്റ്റാണ്. ആ ഏനസ് ഓപ്പണായിരിക്കും എപ്പോഴും. പിന്നെ നമുക്ക് അതിനുള്ള ക്ലോസ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ബോഡിയായിട്ട് ഉണ്ടാവാതിരിക്കും. അപ്പോൾ അത് നോക്കുക. അതേപോലെ തന്നെ ഗ്യാസ് ട്രബിൾ വന്നു കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയോ അസുഖം എന്നുള്ള ചിലർക്കൊരു മൈൻഡിൽ വരും. അത് നമ്മളുടെ മനസ്സിന്ന് വിടുക. അതേപോലെ നമ്മൾ ഗ്യാസ് വന്ന് ഇങ്ങനെ ഫോം ആകും തോറും ചെസ്റ്റിൽ ബുദ്ധിമുട്ട് വരാൻ കാരണം ഈ ഗ്യാസ് ഇങ്ങനെ ഫോം ആകും തോറും അവിടേക്ക് പോകുന്ന ഞരമ്പുകൾ നമുക്ക് ചുരുങ്ങിയിരിക്കും. കാലക്രമേണ ചുരുങ്ങിയിരിക്കുമ്പോൾ ഹാർട്ടിൻ്റെ സർക്കുലേഷൻ കുറയുന്നതാണ് കണ്ടത്. അപ്പോൾ അത് പമ്പ് ചെയ്ത് വിടുമ്പോൾ നമുക്ക് പലതരം പെയിനുകൾ വരും.
ഇത് ഗ്യാസ് ട്രബിൾ കൊണ്ടുള്ള പെയിൻ ആകുമ്പോൾ നിങ്ങളിത് ചെയ്യുന്നതോട് കൂടിയിട്ട് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. എല്ലാവരും ചെയ്തു നോക്കുക. ഓക്കെ, താങ്ക് യു.